ഹിന്ദുമതത്തിലെ ഏറ്റവും ശക്തിയും ഭക്തിയും നിറഞ്ഞ ദേവതകളിൽ ഒരാളാണ് ഹനുമാൻ. ശ്രീരാമഭക്തിയുടെ പരമാവധി ഉദാഹരണമായ ഹനുമാൻ ധൈര്യത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ്. ഹനുമാന്റെ വിവിധ രൂപങ്ങളിൽ ഏറ്റവും അത്ഭുതകരവും ശക്തവുമായ ഒരു ദൈവരൂപമാണ് പഞ്ചമുഖ ഹനുമാൻ. പഞ്ച എന്നത് 5 എന്നും മുഖം എന്നത് മുഖങ്ങൾ എന്നും അർത്ഥം നൽകുന്നു. അതായത് 5 മുഖങ്ങളുള്ള ഹനുമാന്റെ ദിവ്യരൂപം. പഞ്ചമുഖ ഹനുമാന്റെ രൂപം പുരാണകഥകളോട് ചേർന്നതാണ്. രാമായണ യുദ്ധകാലത്ത് പാതാളരാജാവായ അഹിരാവണൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും അപഹരിച്ച് പാതാളലോകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവരെ രക്ഷിക്കാൻ ഹനുമാൻ ഈ പഞ്ചമുഖ രൂപം സ്വീകരിച്ചു എന്നാണ് വിശ്വാസം. അഹിരാവണന്റെ ജീവൻ നിലനിന്നിരുന്നത് ഒരേ സമയം 5 ദിക്കുകളിലായി തെളിയുന്ന 5 ദീപങ്ങളിലായിരുന്നു. അവയെ ഒരേ നിമിഷം അണക്കാൻ കഴിയുന്ന ഏക മാർഗം പഞ്ചമുഖ രൂപം സ്വീകരിക്കുകയായിരുന്നു. ഈ ദൈവിക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചു. പഞ്ചമുഖ ഹനുമാന്റെ ഓരോ മുഖത്തിനും പ്രത്യേകമായ അർത്ഥവും ശക്തിയുമുണ്ട്. കിഴക്കോട്ട് നോക്കുന്ന ഹനുമാൻ മുഖം ധൈര്യത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ്. ഭയം, ആശങ്ക, ആത്മവിശ്വാസക്കുറവ് എന്നിവ അകറ്റുന്ന ശക്തിയാണ് ഇതിന്. തെക്കോട്ട് നോക്കുന്ന നരസിംഹ മുഖം ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നതും അന്യായത്തിനെതിരെ സംരക്ഷണം നൽകുന്നതുമാണ്. പടിഞ്ഞാറോട്ട് നോക്കുന്ന ഗരുഡമുഖം സർപ്പദോഷം, വിഷഭയം, രോഗങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നൽകുന്നു. വടക്കോട്ട് നോക്കുന്ന വരാഹമുഖം ഭൂമിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അകറ്റുകയും ഐശ്വര്യവും സ്ഥിരയും നൽകുകയും ചെയ്യുന്നു. മുകളിലേക്ക് നോക്കുന്ന ഹയഗ്രീവ മുഖം ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും പ്രതീകമാണ്. വിദ്യാർത്ഥികൾക്കും ആത്മീയ സാധകർക്കും ഈ മുഖം പ്രത്യേക അനുഗ്രഹം നൽകുന്നു. പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുന്നത് വലിയ ആത്മബലവും മനഃശാന്തിയും നൽകുന്നു എന്ന് വിശ്വാസമുണ്ട്. ശത്രുദോഷം, ദുഷ്ടദൃഷ്ടി, ഭയം, മാനസിക സംഘർഷം എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലും ഹനുമാൻ ജയന്തിയിലും പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുന്നത് ഏറെ ഫലപ്രദമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഓം നമോ പഞ്ചമുഖ ഹനുമതേ നമഃ എന്ന ലഘുമന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്നു. ആകെയായി പഞ്ചമുഖ ഹനുമാൻ മനുഷ്യനെ സംരക്ഷിക്കുകയും ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അത്യന്തം ശക്തമായ ദൈവരൂപമാണ്.